ആദ്യം നമ്മൾ മെയിൻ ഓഫ് ചെയ്തു. കണ്ടില്ലേ, നമ്മുടെ റൂമൊക്കെ ആകെ നാശമായി കിടക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പണി തുടങ്ങാം. അപ്പോൾ ഇതാണ് AC. കണ്ടില്ലേ, വെള്ളം വരുന്നത് ഈ ഒരു ഭാഗത്ത് മുകളിൽ നിന്ന് താഴേക്ക് വെള്ളം വരുന്നുണ്ട്. അപ്പോൾ റെഡിയാക്കി നോക്കാം. ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഫ്രണ്ടിലെ പാനൽ ജസ്റ്റ് രണ്ട് സൈഡിലും പിടിച്ചിട്ടൊന്ന് ഉയർത്തിയാൽ ജസ്റ്റ് അത് പൊങ്ങി വരും. അപ്പോൾ അത് ക്ലിപ്പായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ ഒരു പാനലിലേക്ക് നമ്മുടെ ഡിസ്പ്ലേ അല്ലെങ്കിൽ AC മറ്റ് കണക്ടർ സാധനങ്ങളൊക്കെ വയർ കണക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ആ കണക്ഷൻ ആദ്യം വേർപ്പെടുത്തിയിട്ട് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്താൽ ആ ഒരു പാനൽ നമുക്ക് ഈസി ആയിട്ട് അയച്ചെടുക്കാം. അപ്പോൾ സ്പ്ലിറ്റ് AC ചില AC വരുന്നത് ഈ മുന്നിൽ തന്നെ നമുക്ക് ഫിൽറ്റർ വരും. അപ്പോൾ ഈ ഒരു കമ്പനീൻ്റെ AC നമുക്ക് ഫിൽറ്റർ വരുന്നത് മുകളിലാണ്. അപ്പോൾ പിന്നെ വരുന്നത് നമുക്ക് ഫ്രണ്ടിൽ 3 സ്ക്രൂ ഉണ്ട്. അപ്പോൾ ആ ഒരു 3 സ്ക്രൂ നമുക്ക് ഫസ്റ്റ് അയച്ചെടുക്കാം. ഇതുണ്ടല്ലോ, അപ്പോൾ 3 സ്ക്രൂ ഞാൻ അയച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു തിരിയണ 2 സാധനം റിമൂവ് ചെയ്യേണ്ടതുണ്ട്. അതിന് 2 ക്ലിപ്പ് നമുക്ക് സെൻട്രലായിട്ട് കാണാം. ആ ക്ലിപ്പ് ജസ്റ്റ് ഒന്ന് മാറ്റിയാൽ നമുക്കത് ഈസി ആയിട്ട് ഊരിയെടുക്കാൻ പറ്റും. അങ്ങനെ ഓരോന്നായിട്ട് ഊരിയെടുക്കുക. ശ്രദ്ധിക്കുക, ക്ലിപ്പ് പോകാതെ നമ്മൾ സൂക്ഷിച്ച് വെക്കണം. ഓക്കെ, ഇത് കഴിഞ്ഞ് രണ്ടാമതും ഊരിയെടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ഊരി വെക്കുന്ന സാധനങ്ങളൊക്കെ സേഫ്റ്റി ആയിട്ട് എടുത്തു വെക്കണം. നമുക്ക് സ്ക്രൂ കാര്യങ്ങളൊക്കെ പോയാൽ പിന്നെ നമുക്കത് കിട്ടാൻ പാടായിരിക്കും. ഓക്കെ, അപ്പോൾ 2 പാനൽ ഞാൻ ഊരിയിട്ടുണ്ട്. ഇനി അടുത്തതെന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഫിൽറ്റർ വരുന്നത് മുകളിലാണ്. ജസ്റ്റ് ഒരു ക്ലിപ്പിലാണ് ഈ ഒരു ഫിൽറ്റർ ഉള്ളത്. അപ്പോൾ ഈ ഒരു എയർ ഫിൽറ്റർ ഞാൻ ഊരിയെടുക്കുകയാണ്. കണ്ടല്ലേ, ഇതാണ് അവസ്ഥ. അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ബോഡി ഊരിയെടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് താഴെ 2 സ്ക്രൂ ഹൈഡായിട്ട് ഉണ്ട്. ജസ്റ്റ് ഒന്ന് പൊക്കി നോക്കി നമുക്ക് കാണാം. അത് ഊരിയിട്ടുണ്ട്. പിന്നെ എന്തായാലും ഊരിയതല്ലേ, അപ്പോൾ കുറച്ച് ഡസ്റ്റ് ഉണ്ട്. അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ കരുതി ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അടുത്തതെന്ന് പറയുമ്പോൾ ഫ്രണ്ടിൽ ഒരു സ്ക്രൂഡ് ഉണ്ട്. നമുക്ക് അതിൻ്റെ ഇലക്ട്രിക്കൽ സിസ്റ്റം വരുന്ന സൈഡിൽ ഒരു ബോക്സ് പോലെ ഉണ്ട്. അപ്പോൾ ആ ഒരു ബോക്സും ഞാൻ ഊരിയെടുത്തിട്ടുണ്ട്. ഓക്കെ, കണ്ടില്ല, ഒരു ഒറ്റ സ്ക്രൂമേണ് അത് നിൽക്കുന്നത്. അതങ്ങനെ ഊരിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇലക്ട്രിക്കൽ സാധനങ്ങളൊക്കെ ഈ ഒരു സെക്ഷനിലാണുള്ളത്. എന്നിട്ട് നമുക്ക് ഈ ഒരു ബോഡി ഫുള്ള് ക്ലിപ്പിങ്ങിലാണ് അവിടെ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. ആ ക്ലിപ്പ് റിലീസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ബോഡി റിമൂവ് ചെയ്യാം. ഓക്കെ, സൂക്ഷിക്കണം, 2 സൈഡിലും ഒരേപോലെ ഊരാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ബോഡി ഡാമേജ് ആവും. ഓക്കെ, ഇതേപോലെ നമ്മുടെ AC നമുക്ക് ഊരിയെടുക്കാം. കണ്ടില്ലേ, അപ്പോൾ ഊരിയെടുത്താൽ നമുക്ക് ഈ AC ഇങ്ങനൊരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. കണ്ടില്ല, ഇത്രയും സാധനങ്ങൾ ഇപ്പോൾ നമ്മൾ ഊരിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യുക. അതുപോലെ തന്നെ ഇനി ചെയ്യാനുള്ളതെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഡ്രൈനേജാണ്. കണ്ടില്ലേ, ഡ്രൈനേജ് പൈപ്പ് കണക്റ്റ് ആയിട്ടുണ്ട് ഇവിടെ. ഈ ഒരു പൈപ്പ് ജസ്റ്റ് അതിൻ്റെ ക്ലിപ്പ് ഒന്ന് ഊരിയാൽ നമുക്ക് ഡ്രൈനേജ് ഒരു ചെറുവിരലിൻ്റെ ഹോള് അത്രേ ഉണ്ടാവുള്ളൂ ആ ഡ്രൈനേജ്. അപ്പോൾ അതൊന്ന് ഊരിയെടുത്തുകൊണ്ട് നമുക്ക് 1 കപ്പ് വെള്ളം ഈ AC മുകളിലായിട്ട്, ഈ നെറ്റ് കണ്ടില്ലേ, നെറ്റിൻ്റെ മുകളിലായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഒരു വെള്ളം എങ്ങോട്ടാണ് പോകുന്നത്, അവിടെ തങ്ങി നിൽക്കുന്നുണ്ടോ. ഓക്കെ, അപ്പോൾ കണ്ടില്ലേ, ഞാൻ ഡ്രെയിനേജിൻ്റെ പൈപ്പ് കണക്ടർ ഞാൻ ഊരിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒഴിച്ച വെള്ളം മൊത്തം ഈ ഒരു ഡ്രെയിനേജിൻ്റെ കണക്റ്റിങ്ങിലൂടെ പോരുന്നുണ്ട്.
അപ്പോൾ ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് ഈ ഡ്രെയിനേജ് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ചെറിയ ഡ്രെയിനേജ് ആണെങ്കിൽ നമുക്കൊന്ന് ഊതി കൊടുത്താലും മതി. ഓക്കെ, ശക്തിയായിട്ട് 2-3 പ്രാവശ്യം ഊതിയാൽ അതിന് അടിഞ്ഞിരിക്കുന്ന ഡസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് റിമൂവ് ആവും. എന്നിട്ട് നമുക്ക് ആ ഡ്രെയിനേജ് അതുപോലെ തന്നെ ആ ക്ലിപ്പ് അതുപോലെ തന്നെ കണക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ എയർ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് അയച്ചെടുത്ത പോലെ തന്നെ സ്ക്രൂകളൊന്നും ബാക്കിയാവാതെ എല്ലാം അതേപോലെ സെറ്റ് ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മെയിൻ ഓൺ ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ AC ഒന്ന് ടേൺ ഓൺ ചെയ്ത് നോക്കാം. ഞാൻ ഓൺ ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, AC പക്ക